പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, അത് മുജാഹിദാവട്ടെ, ജമാഅത്താവട്ടെ, തബ്ലീഗാവട്ടെ, ഖാദിയാനിസമാകട്ടെ, കൃത്യമായി പഠിച്ച് കൃത്യമായി ചർവണം നടത്തിയിട്ട് നിലപാട് പറഞ്ഞ പ്രസ്ഥാനമാണ്. എന്നാൽ ആ നിലപാട് മറച്ചുവെക്കാൻ, ആ നിലപാടിനെ ഇല്ലായ്മ ചെയ്യാൻ ആര് ശ്രമിച്ചാലും എല്ലാം പറ്റും എന്നുള്ളൊരു രീതിശാസ്ത്രം ഇവിടെ ഇല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ ഈ മഹാപ്രസ്ഥാനം ഇവിടെ രൂപീകരിക്കപ്പെടുന്നത് തന്നെ ബിദ്അത്തിനെ എതിർക്കാനാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു കാര്യത്തെയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പരിപോഷിപ്പിച്ചിട്ടില്ല, പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. നമുക്ക് അതും വേണം. ജമാഅത്തുകാരന്റെ പരിപാടിക്ക് അവിടെ പോവുക, തബ്ലീഗുകാരന്റെ പരിപാടിക്ക് അവിടെ പോവുക, എല്ലാവിടെ നിന്ന് കിട്ടുന്ന ചായയും വടയും തിന്നുക, എന്നിട്ട് പറയാ നമുക്ക് സൗഹാർദ്ദമാണ് വേണ്ടത്. ഈ ഒരു സാമ്പാർ, ആ സാമ്പാർ കഷ്ണം തിന്നാൻ സയ്യിദുൽ ഉലമയുടെ മക്കളെ കിട്ടുകയില്ല. ഞങ്ങൾ അർദ്ധശങ്കക്കിടയില്ലാതെ പറയുകയാണ്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അത് കൃത്യമായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥമായ ദീനുൽ ഇസ്ലാമിന്റെ രൂപമാണ്. ആ രൂപത്തെ തേജോവധം ചെയ്തുകൊണ്ട് അതിനെതിരെ സന്ധി ഉണ്ടാക്കാനാണ്, എല്ലാവരെയും ബായി ബായി പോലെ തോളിൽ കൊണ്ടിട്ട് നടക്കാനാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അത് പ്രവാചകന്റെ അധ്യാപനമല്ല, അത് ഇസ്ലാമിന്റെ രീതിയല്ല, അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് പഠിപ്പിച്ചതല്ല. ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിന്റെ ഏത് മേഖല എടുത്തു നോക്കിയാലും, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഏത് മേഖലകൾ എടുത്തു നോക്കിയാലും അവിടെയൊക്കെ സുന്നത്ത് ജമാഅത്തിനെ മുന്നിൽ പിടിച്ചുകൊണ്ടാണ്, അതിനെ യഥാർത്ഥമായി അതിന്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സമസ്തയുടെ ആലിമീങ്ങൾ മുന്നിൽ നിന്നത്. അള്ളാഹു കൃത്യമായി മാർഗത്തെ പരിചയപ്പെടുത്തി തന്നു. ഇന്ന ഹാദാ സിറാത്തി മുസ്തഖീമ. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇതാണ് യഥാർത്ഥ മാർഗം, അത് ഞാനും എന്റെ സഹാബയും പഠിപ്പിച്ചു തന്ന മാർഗമാണ്, അതിനെ നിങ്ങൾ അണപ്പല്ല് കൊണ്ട് മുറുകെ പിടിക്കണം. ഫത്തബിഉഹു, ഈ സിറാത്തുൽ മുസ്തഖീമിനെ നിങ്ങൾ പിൻപറ്റണം. വലാ തത്തബിഉസ് സുബുല, നിങ്ങൾ ഇങ്ങനെ കാലങ്ങൾ ജമിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാലാന്തരങ്ങൾക്കുള്ളിൽ പലവിധ സംഘടനകളെ പല പേരിൽ, പല രൂപത്തിൽ, പല കോലത്തിൽ, മനം മയക്കുന്ന നാവിൽ മധുരം പുരട്ടിയുള്ള പ്രഭാഷണങ്ങൾ കേൾക്കുന്ന, മനോഹരമായ രൂപത്തിൽ വസ്ത്രം ധരിക്കുന്ന, നമ്മളെക്കാളും കൂടുതൽ രൂപത്തിൽ നിസ്കരിക്കുന്ന, നിസ്കാരവും അമലുകളും ഖിറാഅത്തുകളും ഒക്കെ നന്നാക്കുന്ന പല ജാതി ആളുകളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വലാ തത്തബിഉസ് സുബുല, എന്നാൽ നിങ്ങൾക്ക് മാർഗഭ്രംശം ഉണ്ടാവാൻ പാടില്ല, നിങ്ങൾ ആ വഴികളിൽ നിങ്ങൾ തെറ്റിപ്പോകാൻ പാടില്ല. അങ്ങനെ തെറ്റിപ്പോയാൽ ഫതഫറഖ ബിക്കും അൻ സബീലി, യഥാർത്ഥമായ ഈ ഹിദായത്തിന്റെ വഴികളിൽ നിന്ന്, സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചു പോകും. അതിനാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? പരിശുദ്ധ പ്രവാചകർ തങ്ങൾ പറഞ്ഞു, കൃത്യമായി ഈ പരിശുദ്ധമായ ഇസ്ലാമിന്റെ മേമ്പൊടി ചാർത്തിക്കൊണ്ട് പല അവാന്തര വിഭാഗങ്ങളും ഇവിടെ വരും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ കാലം കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ അവാന്തര വിഭാഗങ്ങൾ ഉടലെടുത്തു എന്നുള്ളതാണ്. പരിശുദ്ധ പ്രവാചകരിൽ നിന്ന് ദീന് പഠിച്ച സ്വഹാബികൾ ജീവിച്ചിരിക്കുന്ന ഖിലാഫത്തുർ റാഷിദയുടെ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ അവാന്തര വിഭാഗങ്ങൾ ഉടലെടുത്തു. പ്രവാചകർ മുൻകേ കൂട്ടി പറഞ്ഞു വെച്ചിട്ടുണ്ട്, ദജ്ജാലൂന കദ്ദാബൂന, കളവ് പറയുന്നവർ, പിത്തനയുണ്ടാക്കുന്നവർ, യൗതൂനകും മിനൽ അഹാദീസ് ബിമാ ലം തസ്മഉ, നിങ്ങൾ കേൾക്കാത്ത ഹദീസുകളുമായി അവർ നിങ്ങളുടെ മുമ്പിൽ വരും. അങ്ങനെ ഒരു ഹദീസ് നിങ്ങളാരും കേട്ടിട്ടുണ്ടാവില്ല. വല ആബാഉക്കും, നിങ്ങളുടെ മുൻഗാമികൾ കേട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് കരുതിയിരിക്കണം ഇവരെ. അവര് പറയുന്നതും ഖുർആനാണ്, അവര് പറയുന്നതും ഹദീസാണ്. പക്ഷേ ഇവരെ നിങ്ങൾ കരുതിയിരിക്കണമെന്ന് പരിശുദ്ധ പ്രവാചകരുടെ അധ്യാപനം നമുക്ക് കാണാൻ കഴിയും. ഇവർ ചെയ്യുന്ന, കേരളത്തിൽ എന്നല്ല ആഗോളതലത്തിൽ വന്ന സലഫിസം, ഇവിടെ ശൈഖുനാ അസ്ഗർ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ വഹാബികൾ ചെയ്യുന്ന പണി എന്താണ്? കാഫിരീങ്ങളായ മക്കയിലെ അമുസ്ലിമീങ്ങളായ ആളുകൾക്ക് ഇറക്കപ്പെട്ട ഖുർആനിക അധ്യാപനങ്ങളെ, ഖുർആനിക സൂക്തങ്ങളെ മുസ്ലിമീങ്ങളുടെ മേൽ വെച്ചുകെട്ടിയില്ലേ ഇവർ? പ്രവാചകർ തങ്ങൾ പറഞ്ഞു, ഇന്നഹും ഇൻതലഖു ഇലാ ആയാത്തിൻ നസലത്തു ഫിൽ കുഫാർ ഫജഅലുഹാ ലിൽ മുഅ്മിനീൻ. ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസല്ലേ? മക്കയിലെ കാഫിരീങ്ങളായ ആളുകൾക്ക് വേണ്ടി ഇറക്കപ്പെട്ട അധ്യാപനങ്ങളെ, അതുപോലെ ഖുർആനിക വചനങ്ങളെ ഇവർ മുസ്ലിമീങ്ങൾക്കാണെന്ന പേരിൽ, മുസ്ലിമീങ്ങൾ ശിർക്ക് ചെയ്യുന്നവരാണെന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങളുടെ പേരിൽ അവർ അടിച്ചാക്ഷേപിച്ചു. അവർ ഇസ്ലാമിനെ കൊല്ലുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഷിർക്കിന്റെ പേരിൽ ഷിർക്കാരോപിച്ചുകൊണ്ട് പാവപ്പെട്ട വിശ്വാസികളെ ഷിർക്കാരോപിച്ചുകൊണ്ട് മാറ്റി നിർത്താനും സമൂഹത്തിൽ ഇച്ഛനീചത്വങ്ങൾ ഉണ്ടാക്കാനും ഇവർ കർശനമായി ശ്രമിക്കുമെന്ന് പുണ്യനബിയുടെ ഹദീസുകളിൽ കാണാം. ഇന്നമാ അതഖവ്വഫു അലൈക്കും റജുലുൻ ഖറഅൽ ഖുർആന വസഅ അലാ ജാരിഹി ബിസ്സൈഫി വറമാഹു ബിശ്ശിർക്ക്. ഞാൻ ഈ സമുദായത്തിൽ ഞാൻ ഭയക്കുന്നത് എന്തെന്നറിയോ?
ഖുർആനോദി ശിർക്കാരോപിച്ചുകൊണ്ട് തന്റെ അയൽവാസിക്കു നേരെ വാളോങ്ങുന്നവർ ഈ സമൂഹത്തിൽ ഉണ്ടാകുന്നതിനെയാണ് ഞാൻ പേടിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഉണ്ടായില്ലേ? ഒരുപാട് കാലം കഴിഞ്ഞോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നജ്ദിന് വേണ്ടി ദുആ ചെയ്യാതായപ്പോ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോ ഞാൻ ചുരുക്കി പറയുകയാണ്, നജ്ദിന് വേണ്ടി ദുആ ചെയ്യാതായപ്പോ പ്രവാചകർ പറഞ്ഞു, അവിടെ നിന്നാണ് പിശാചിന്റെ കൊമ്പ് വരുന്നത്. പിശാചിന്റെ കൊമ്പ് വരുന്ന നജ്ദിൽ നിന്നാണ്. ആ നജ്ദ് പ്രശ്നങ്ങളുടെ സ്ഥലമാണ്, ഫിത്നയുടെ വിഭാഗീയതയുടെ സ്ഥലമാണ്. ഇത് ഞാൻ പറയുന്നതല്ല. ഉൻവാനുൽ മജ്ദ് ഫീ താരീഖി നജ്ദ് എന്ന് പറഞ്ഞ് വഹാബികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ ഇബ്നു ബിശർ തന്റെ ഉൻവാനുൽ മജ്ദിൽ എഴുതുന്നതാണ്. വഅലം റഹ്മക്കല്ലാഹ് അന്ന ഹാദിഹിൽ ജസീറത്തുൻ നജ്ദിയ ഹിയ മൗലിഉൽ ഇഖ്തിലാഫി വൽ ഫിതൻ. ഈ നജ്ദ് എന്ന് പറയുന്നത് ഫിത്നകളുടെ വിഭാഗീയതയുടെ കേന്ദ്രമാണ്. വമഅവശുറൂരി വൽ മിഹൻ, പ്രശ്നങ്ങളുടെയും തിന്മകളുടെയും വൽ ഖത്ലി വൻ നുഹബ്, കൊള്ളയുടെയും കൊലയുടെയും സങ്കേതമാണ് ഈ നജ്ദ് എന്ന് പറയുന്നത്. ഇബ്നു ബിശറാണ്, സമസ്തക്കാരല്ല. ഈ നജ്ദിൽ നിന്നാണ് ഇബ്നു അബ്ദുൽ വഹാബ് കടന്നു വരുന്നത്. ആരാ ഇബ്നു അബ്ദുൽ വഹാബ്? ഇബ്നു അബ്ദുൽ വഹാബും കൂട്ടരും ഹിജാസിന്റെ മണ്ണിൽ ഉണ്ടാക്കിയ വഹാബിയത്ത് ലോകത്ത് മുഴുവൻ പരിക്കേൽപ്പിക്കൽ എത്രയാണെന്ന് ചരിത്രം പറയും നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ബഹുമാനപ്പെട്ട ഇമാമുന സാവി റളിയല്ലാഹു തആല അൻഹു പോലും പറഞ്ഞിട്ടുണ്ട്. തഫ്സീർ ജലാലൈനിയുടെ തഫ്സീർ ശറഹിൽ കാണാം. ബഹുമാനപ്പെട്ട സാവി ഇമാമിന്റെ ഹാശി എടുത്തു നോക്കിയാൽ ഇക്കാര്യം കൃത്യമായി കാണാൻ കഴിയും. വഹാബിയത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇബ്നു അബ്ദുൽ വഹാബിന്റെ സമകാലക്കാരനായ ഇമാം സാവി റളിയല്ലാഹു തആല അൻഹു ലോകം അംഗീകരിക്കുന്ന പണ്ഡിതനാ. സൂറത്തു ഫാത്തിറിന്റെ 8-ാമത്തെ വചനം, ഓരോ തെമ്മാടിത്തരങ്ങൾ ചെയ്ത് ദുഷ്കർമ്മങ്ങൾ ചെയ്ത് അതൊക്കെ അലങ്കാരമായി കൊണ്ടുവരുന്നവർക്കുള്ള താക്കീതായി സൂറത്തു ഫാത്തിറിന്റെ 8-ാമത്തെ വചനത്തിന് ഞാൻ ചുരുക്കി പറയുകയാണ്. അതിന്റെ ഹാശിയയിൽ, ആ തഫ്സീർ സാവിയിൽ, ഹാശിയത്തു സാവിയിൽ ബഹുമാനപ്പെട്ട ഇമാമുന സാവി തങ്ങൾ പറയാൻ, ആദിൽ ഹായത്തു നസലത്തു ഫിൽ ഖവാരിജ് അല്ലദീന യുഹർരിഫൂന തഅവീലൽ കിതാബി വസുന്ന വയസ്തഹില്ലൂന ബിദാലിക ദിമാഉൽ മുസ്ലിമീൻ വഅംവാലിഹിം. ഖവാരിജികളിൽപ്പെട്ട ആളുകളാണ്. ഖവാരിജികളെ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, എന്നാൽ ഇതേ ഖവാരിജികളെ പോലെ തന്നെ ഇക്കാലഘട്ടത്തിൽ മറ്റൊരു വിഭാഗമുണ്ട്. വഹും ഫിർഖത്തു ബി അർളിൽ ഹിജാസ്, ഹിജാസിന്റെ മണ്ണിലുള്ള ആളുകളാണ് അവർ. യുഖാലു ലഹുമുൽ വഹാബിയ. ആരായി പറയുന്നത്? ഇമാമുന സാവി റളിയല്ലാഹു തആല അൻഹു പറയാ, വഹാബികളാണ് അവർ. അവർ ചെയ്യുന്ന പണി എന്താ? യഹ്സബൂന അന്നഹും അലാ ഷൈഇൻ അലാ ഇന്നഹും ഹുമുൽ കാദിബൂൻ. അവർ വിചാരിക്കുന്നത് എന്താണ്? അവരാണ് സത്യവാൻമാർ, അവരാണ് സിറാത്തുൽ മുസ്തഖീമിൽ പങ്കെടുക്കുന്നവർ, അവരാണ് സിറാത്തുൽ മുസ്തഖീമിന്റെ ആളുകൾ, അവരാണ് യഥാർത്ഥ മുവഹിദീങ്ങൾ എന്ന് അവർ പറയുന്നു. പക്ഷേ അലാ ഇന്നഹും ഹുമുൽ കാദിബൂൻ, അവർ തനിച്ച കള്ളന്മാരാണ്. ആരാ പറയുന്നത്? ഇമാമുൽ സാവി. ഇസ്തഖവദ അലൈഹിമുശ് ശൈത്താൻ, അവർക്ക് മഹാന്മാരുടെ പിൻബലമില്ല, അവർക്ക് പ്രവാചകന്റെ പിൻബലമില്ല, മഹാന്മാരായ ഇമാമിങ്ങളുടെ ആശീർവാദങ്ങളില്ല. അവരെ നയിക്കുന്നത് പിശാചാണ്. അല്ലാഹുവിന്റെ ദിക്ർ മറന്നവരാണ് അവർ. അവർക്ക് വേണ്ടത് ദുനിയാവാണ്. ഉലൈക ഹിസ്ബുശ് ശൈത്താൻ അലാ ഇന്ന ഹിസ്ബശ് ശൈത്താനി ഹുമൽ ഖാസിറൂൻ. പിശാചിന്റെ അനുയായികളാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട ഒരു വിഷയം അവസാനിപ്പിക്കുന്നത് തന്നെ എങ്ങനെയാണ്? ബഹുമാനപ്പെട്ട ദുആ ചെയ്തിട്ടാണ്. അല്ലാഹുവേ, ഈ ബുദ്ധിമുട്ടിൽ നിന്ന് നസ്അലുല്ലാഹൽ കരീമ അൻ യഖ്തഅ ദാബിറഹും, ഇവരുടെ പിരടിയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കാൻ അല്ലാഹുവേ ഞങ്ങൾ അവിടത്തോട് ദുആ ചെയ്യുകയാണ്, ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാമുന സാവി റളിയല്ലാഹു തആല അൻഹു പറയാൻ, അത്രമാത്രം ഹിജാസിന്റെ മണ്ണിൽ വഹാബിയത്ത് പൂണ്ടു വിളയാടിയിട്ടുണ്ട്. എന്തിനേറെ ഈ ഇബാറത്തിനെ വഹാബികൾ ഇറക്കുന്ന തഫ്സീർ സാവി, അവർ തഫ്സീർ സാവിയെ തള്ളാൻ പറ്റൂല. ഇമാമുന സാവി അവർക്ക് തള്ളിക്കളയാൻ പറ്റൂല. അവരിറക്കുന്ന തഫ്സീർ ഹാശിയത്തു സാവിയിൽ ഈ വാക്കങ്ങട്ട് ഹുമുൽ വഹാബിയ എന്നത് ആദ്യം വെട്ടിക്കളഞ്ഞു. പിന്നീട് മൊത്തമായി ഒരു വരി എന്നെ കട്ട് ചെയ്ത് കളഞ്ഞു. നമുക്ക് കാണാൻ കഴിയും. അത്രമാത്രം മുസ്ലിം ലോകത്ത് സുന്നികളെ മുഴുവൻ കൊന്നടുക്കിയില്ലേ വഹാബികൾ, ഇവിടത്തെ മുജാഹിദിന്റെ അപ്പോസ്തലന്മാർ. ഈ വഹാബിസം ചെന്നു ചേരുന്നത് എവിടെയാ? ഇവിടെ ഉസ്താദ് പറഞ്ഞതുപോലെ ഇബ്നു അബ്ദുൽ വഹാബിലേക്കാണ്. സുന്നികളെ മുഴുവൻ കൊന്നൊടുക്കി. ഇമാം ഇബ്നു ആബിദ് റളിയല്ലാഹു തആല അൻഹു എഴുതുകയാണ്, ബഹുമാനപ്പെട്ടവർ പറയാ, ഹനഫി മദ്ഹബിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മശാസ്ത്രങ്ങളിൽ ഒന്നാണ് ഇബ്നു ആബിദീൻ തങ്ങളുടെ കിതാബ് റദ്ദുൽ മുഖ്താർ. ബഹുമാനപ്പെട്ടവർ പറയാ, കമാ വഖഅ ഫീ സമാനിനാ ഫീ അത്ബാഇ അബ്ദുൽ വഹാബ് അല്ലദീന ഖറജൂ മിൻ നജ്ദ് വതഅല്ലബു അലൽ ഹറമൈനി വകാനൂ യൻതഹിലൂന മദ്ഹബൽ ഹനാബില. ഹറമിലും പരിസര പ്രദേശങ്ങളിലും നാശം വിളിച്ചു പോകുന്ന വഹാബിയത്ത്, ഇബ്നു അബ്ദുൽ വഹാബിന്റെ അനുയായികൾ, അവർ പറയുന്നത് അവർ ഹംബലി മദ്ഹബുകാരെന്നാണ്. എന്നാൽ അവരുടെ വിശ്വാസം എന്താ? ലോകത്തുള്ള മുസ്ലിമീങ്ങളൊക്കെ മുശ്രിക്കീങ്ങളെന്നാണ്.
അഹ്ലുസുന്നത്തിന്റെ ആളുകളെ, സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിച്ച യഥാർത്ഥ മുവഹിദീങ്ങളെ, യഥാർത്ഥ സുന്നികളെ അവർ കൊന്നുകളയുകയാണ് നിഷ്കരുണം എന്ന് പറയുന്നത് ആരാ? ഇമാം ഇബ്നു ആബിദ് റളിയല്ലാഹു തആല അൻഹു ആണ്. ആരാ ഇബ്നു ആബിദീൻ? തള്ളപ്പെടാൻ കഴിയോ? ആഗോളതലത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മദ്ഹബുകളിൽ ഒന്നായ ഹനഫി മദ്ഹബിലെ പ്രധാനപ്പെട്ട കിതാബാണ് റദ്ദുൽ മുഖ്താർ. ലോകത്തുള്ള ഹറമിലടക്കമുള്ള എത്ര സുന്നികളാണ് ഇബ്നു അബ്ദുൽ വഹാബ് ഈ മുജാഹിദിസം പരത്തുന്നതിന് വേണ്ടി കൊന്നുകളഞ്ഞത്? ഇന്ത്യൻ മുസ്ലിമീങ്ങളും സ്വാതന്ത്ര്യ പ്രസ്ഥാനവും എന്നുള്ള സി.എൻ. അഹ്മദ് മൗലവിയുടെ ഗ്രന്ഥത്തിൽ തന്നെ പരസ്യമായി മുജാഹിദുകൾ അഭിമാനപൂരിതമായി എഴുതി വെച്ചിട്ടില്ലേ? നിഷേധിക്കാൻ കഴിയോ വഹാബികൾക്ക്? കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. നജ്ദികളുടെ തീഷ്ണതയുള്ള വാദഗതികളോട് ഹറമിലെ ഉലമാക്കൾക്ക് യോജിക്കാൻ കഴിഞ്ഞില്ല. അവർ വീണ്ടും ഷരീഫിനെ സമീപിച്ചു. അങ്ങനെ നജ്ദികൾ പഴയപടി സാമ്പത്തിക ഉപരോധത്തിന് തുനിഞ്ഞു. പാവപ്പെട്ട ഹറമികളിലെ വിശ്വാസികൾക്ക് വേണ്ടി അവർക്കെതിരിൽ സാമ്പത്തികമായ ഉപരോധം ഏർപ്പെടുത്തി. അവരെഴുതി വെച്ചതാണിത്. മാത്രമാണോ? ഒരുപാട് രാജ്യങ്ങളിൽ അവിടുത്തെ ധനങ്ങളും ഖജനാവുകളും രത്നങ്ങളും എല്ലാം പിടിച്ചെടുത്തു. ഖബറുകളുടെ മേലിൽ പടുത്തുയർത്തപ്പെട്ട എടുപ്പുകൾ പൊളിച്ചു നീക്കി വഹാബികൾ. ജന്നത്തുൽ മുഅല്ലയിലെയും ജന്നത്തുൽ ബഖീയിലെയും ആയിരക്കണക്കിന് സ്വഹാബിമാരുടെ, മഹാന്മാരുടെ, താബിഈങ്ങളുടെ ഒരുപാട് മസാറുകൾക്ക് ചന്തം താർത്തി നിന്നിരുന്ന ഒരുപാട് ജാറങ്ങളെ, എടുപ്പുകളെ തുടച്ചു നീക്കി. ഇത് സമസ്തക്കാർ പറഞ്ഞതല്ല, അവരെഴുതി വെച്ചതാണ്. അഭിമാനപൂരിതമായി അവരെഴുതി വെച്ചതാണ്. പരിഭാവനമായ കഅബയിൽ ഉണ്ടായിരുന്ന വിലപിടിച്ച എല്ലാ സാധനങ്ങളും രത്നങ്ങളും നാണ്യങ്ങളും അടക്കം ചെയ്ത ഭണ്ഡാരം അധീനപ്പെടുത്തി അവർ വളരെ അഭിമാനത്തോടെ എഴുതി വെക്കാൻ അവ പട്ടാളക്കാർക്ക് വീതിച്ചു കൊടുത്തു. ഖബറിന്റെ മേൽ തൂക്കിയിരുന്ന മറ്റു തുർക്കികളും മറ്റു നിർമ്മിച്ചിരുന്ന ഗോപുരങ്ങളും കുബ്ബകളും പൊളിച്ചു നീക്കി. പിറ്റേ കൊല്ലം മദീന മുനവറയും കൈവശപ്പെടുത്തി. ഇങ്ങനെ പരിശുദ്ധമായ ഹറമു ഷരീഫുകളിൽ അവർ വിളയാട്ടം നടത്തിയ ചരിത്രങ്ങൾ മുജാഹിദുകൾ എഴുതി വെച്ചതാണ്. നിഷേധിക്കാൻ കഴിയൂല. ഇവരല്ലാതെ ലോകത്ത് ഇത്രയധികം മുസ്ലിമീങ്ങളെ കൊന്നുതള്ളിയിട്ടുണ്ടോ? ഇവരല്ലാതെ ലോകത്ത് ഇത്രയധികം മുസ്ലിമീങ്ങളെ നിഷ്കരണം കലാപങ്ങൾ നടത്തി പാവപ്പെട്ട കുട്ടികളെ അടക്കം എത്ര ആളുകളാണ് ഇവർ കൊന്നുതള്ളിയത്? ഉൻവാനുൽ മജിദ് ഫീ താരീഖി നജ്ദ് എന്ന് പറഞ്ഞ, ഞാൻ നേരത്തെ പറഞ്ഞ ഇബ്നു ബിശ്റിന്റെ ഗ്രന്ഥത്തിൽ കാണാം. അവർ കർബലയെ ഉദ്ദേശിച്ചു കൊണ്ടുപോയി അവിടെയുള്ള മുസ്ലിമീങ്ങൾ ശക്തമായി പ്രതിരോധം തീർത്തു. ഇബ്നു ബിശ്ർ എഴുതിയതാ. എന്നിട്ടോ അങ്ങാടികളിലും വീടുകളിലും കഴിയുന്ന കർബലയിലെ ഭൂരിഭാഗം ജനങ്ങളെയും അവർ കൊന്നൊടുക്കി. ഉസൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മഖാമും ഖുബ്ബയും തകർത്ത് കച്ചവടം നടത്തി. മുജാഹിദുകൾ എഴുതി വെച്ചതാണത്. ഇത്ര വലിയ തീവ്രവാദം ഇവിടെ ആരാണ്? അതുകൊണ്ടാണ് നമ്മുടെ ഉസ്താദുമാർ പറയുന്നത് വഹാബിസം തീവ്രവാദമാണ്, മുജാഹിദിസം തീവ്രവാദമാണ്. തീവ്രവാദവും യുക്തിവാദവുമാണ് അതിന്റെ ബേസ്. ഇത് മനസ്സിലാക്കാനുള്ള സാക്ഷരത നമ്മൾ കാണിക്കണം. അതുപോലെ തന്നെ ഞാൻ ചുരുക്കി അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട സത്താറൊക്കെ കടന്നു വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണി പറഞ്ഞ അടയാളങ്ങളൊക്കെ ഇവിടെ പുലർന്നില്ലേ? വഹാബികളെ പറ്റി, മൗദൂദികളെ പറ്റി. വഹാബിസം പോലെ തന്നെ ഇവിടെ ഗൗരവത്തിൽ നമ്മൾ കണക്കാക്കേണ്ട മറ്റൊരു പ്രസ്ഥാനമാണ് ഇവിടെ അസ്കർ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ മൗദൂദിസം, ജമാഅത്തെ ഇസ്ലാമി. ഏതാ ജമാഅത്തെ ഇസ്ലാമി? ഇതുപോലെയുള്ള തീവ്രവാദത്തിൽ നിന്നാണ് ജമാഅത്തെ ഇസ്ലാമി രൂപം കൊള്ളുന്നത്. ആരാ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ? സയ്യിദ് മൗദൂദിയാണ്. സയ്യിദ് മൗദൂദിയുടെ ഉദ്ദേശം എന്താണ്? ഈ രാജ്യത്തെ ഒരു ഇസ്ലാമിക രാജ്യമായി മാറ്റണം. അല്ലാത്തവർക്കൊന്നും ഈ രാജ്യത്ത് സ്ഥാനമില്ല. നമ്മുടെ രാജ്യം ഇസ്ലാമിക രാജ്യമാണോ? നമ്മുടെ രാജ്യം ജനാധിപത്യ സോഷ്യലിസ്റ്റ് രാജ്യമാണ്. ഇവിടെ എല്ലാവരും ജീവിക്കണം. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും മതമുള്ളവനും മതമില്ലാത്തവനൊക്കെ ഇടതൂർന്ന് ജീവിക്കുന്ന മനോഹരമായ വൈവിധ്യങ്ങളിൽ അഭിമാനിക്കുന്ന രാജ്യമാണ് നമ്മുടെ ഈ മനോഹരമായ ഇന്ത്യ. ഈ രാജ്യത്തെ ഇസ്ലാമികവൽക്കരിക്കാനല്ലേ മൗദൂദി ആദ്യം ശ്രമിച്ചത്? ദാറുൽ ഇസ്ലാമിന്റെ പരിപാടി എന്ന മൗദൂദി സാഹിബിന്റെ പുസ്തകത്തിൽ ഇങ്ങനെയാണുള്ളത്: ഖിലാഫത്തുർ റാഷിദിയുടെ തിരോധാനത്തിന് ശേഷം മുസ്ലിമീങ്ങൾക്ക് മാതൃകാപരമായ ഒരു ചുറ്റുപാടില്ലാതിരിക്കുകയാണ്. അവർക്ക് മാതൃകയാകുന്ന ഒരു ദാറുൽ ഇസ്ലാം ഇന്ന് എവിടെയുമില്ല. ഈ നിലക്ക് ചിന്തയിലും പ്രവർത്തനത്തിലും സ്വഭാവചര്യകളിലുമെല്ലാം ഇസ്ലാം തിറഞ്ഞു നിൽക്കുന്ന, ഇസ്ലാമിക അന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗ്രാമം ഇവിടെ സ്ഥാപിക്കുകയാണ്. എവിടെ? ജമാൽപൂരില് ദാറുൽ ഇസ്ലാം എന്ന പേരിൽ ഇസ്ലാമിക രാജ്യം തുടങ്ങി. ഇസ്ലാമിക ഗവൺമെന്റ് പോലെ ഒരു രാജ്യം ഉണ്ടാക്കി സയ്യിദ് മൗദൂദി. തള്ളിക്കളയാൻ പറ്റുമോ? ജമാഅത്തെ ഇസ്ലാമി എഴുതി വെച്ചതാണത്. 1938 ഒക്ടോബർ 14 വെള്ളിയാഴ്ചയാണ് ദാറുൽ ഇസ്ലാമിന് തുടക്കം കുറിക്കുന്നത്. ഒരു ഇസ്ലാമിക പ്രവിശ്യ എന്ന നിലയിലാണ് അതിന്റെ രൂപകൽപ്പന. കൃത്യമായി പറയുന്നത് കാണാൻ കഴിയും. ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ ഗ്രന്ഥങ്ങളാണ് ഞാൻ ഈ വായിച്ചത്.
കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിന്റെ ജീവാത്മാവും പരമാത്മാവും ആരാ? VP മുഹമ്മദ് അലി ഹാജിയാണ്. ചരിത്രം പഠിക്കുന്നവർക്കറിയാം. ആ മൗദൂദിയുടെ ഈ VP മുഹമ്മദ് അലി ഹാജിയാണ് മൗദൂദിയുടെ സാമീപ്യം ആഗ്രഹിച്ച് ദാറുൽ ഇസ്ലാമിൽ പോയത്. എന്നിട്ട് ദാറുൽ ഇസ്ലാം എന്ന് മഞ്ചേരി കത്തെഴുതുന്നുണ്ട് ഈ VP മുഹമ്മദ് അലി ഹാജി. അദ്ദേഹം ദാറുൽ ഇസ്ലാമിനെ പറ്റി പറയുന്നത് കൃത്യമായി കാണാം. ഇതൊരു കൊച്ചു ഇസ്ലാമിക രാഷ്ട്രമാണ്. ഇവിടെ പള്ളിയുണ്ട്, പഠനമുണ്ട്, പഠനമുറിയുണ്ട്, ഇവിടെ ഗ്രന്ഥശാലയുണ്ട്, ഹോസ്പിറ്റലുണ്ട്, സകലതും നിയന്ത്രിക്കുന്ന ജമാഅത്ത് പ്രവർത്തകരാണ്. ഇവരാണ്, ഈ ജമാഅത്തെ ഇസ്ലാമിയാണ് ഇവിടെ ഗവൺമെന്റിന്റെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഇതേ ജമാഅത്തെ ഇസ്ലാമിക്ക് ബീജാവാപം നൽകിയ സയ്യിദ് മൗദൂദിയുടെ രാഷ്ട്രീയ സങ്കല്പം എന്തായിരുന്നു? അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, വ്യക്തിക്കോ ഗോത്രത്തിനോ വർഗത്തിനോ പാർട്ടിക്കോ എന്നല്ല, സ്റ്റേറ്റിലെ മുഴുവൻ ജനതയ്ക്ക് തന്നെയും അതീശാധിപത്യത്തിലും രാജ്യത്തിന്റെ ഉടമസ്ഥാവകാശത്തിലും ഒരു പങ്കുമുണ്ടായിരിക്കില്ല. സാക്ഷാൽ അധിപതിയും ഉടമാവകാശിയും ദൈവം മാത്രമായിരിക്കും. അങ്ങനെ അള്ളാഹുവിൽ നിന്ന് പ്രവാചകർ കൊണ്ടുവന്ന നിയമസംഹിതയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇസ്ലാമിക സ്റ്റേറ്റ് ഏതൊരു പരിതസ്ഥിതിയിലും നിലകൊള്ളുക. ആ സ്റ്റേറ്റിനെ ഭരിക്കുന്ന ഗവൺമെന്റ് ദൈവമായ നിയമം നടപ്പിൽ വരുത്തുന്ന നിലക്കും സ്ഥിതിക്കും മാത്രമേ പ്രജകളുടെ അനുസരണവും കൂറും അർഹിക്കുന്നുള്ളൂ. എന്നിട്ട് അദ്ദേഹം പറയാൻ, നാം ഈ പറഞ്ഞ സവിശേഷതകളെ അഭിവീക്ഷിക്കുന്ന ഏതൊരാൾക്കും ഇസ്ലാമിക സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന അർത്ഥത്തിലുള്ള ഒരു ജനാധിപത്യ രാഷ്ട്രമില്ല എന്ന് പ്രഥമ ദൃഷ്ടിയിൽ തന്നെ ബോധ്യപ്പെടുന്നതാണ്. അതായത് ഈ രാജ്യത്ത് ഇസ്ലാമിക സ്റ്റേറ്റ് വേണം. ഇവിടെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പാടില്ല, ഇവിടെ വോട്ട് ചെയ്താൽ അത് ശിർക്കാണെന്ന് പറഞ്ഞതാണ് സയ്യിദ് മൗദൂദി. ആ സയ്യിദ് മൗദൂദിയെ തള്ളുകയാണെന്ന് ജമാഅത്ത് ഇസ്ലാമി. സമകാലിക രാഷ്ട്രീയ സാഹചര്യത്തിൽ അങ്ങനെ സയ്യിദ് മൗദൂദിയുടെ ആശയങ്ങളുമായി പോയാൽ തങ്ങളുടെ പ്രസ്ഥാനം പൂട്ടിപ്പിരിച്ചുവിടേണ്ടി വരുമെന്ന് ഭയന്നതുകൊണ്ടാണ് ആ രാക്കിനാവിലാണ് ഇന്ന് പരസ്യമായി ചാനലുടെ മുന്നിൽ വന്നുകൊണ്ട് മൗദൂദിയും ഞങ്ങളും തമ്മിൽ ബന്ധമില്ല, മൗദൂദിയുടെ ആശയമല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയമെന്ന് പരസ്യമായി പറയുന്നു ജമാഅത്തിന്റെ അമീർ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇപ്പൊ സക്കാത്തുമായി കടന്നു വന്നിരിക്കുകയാണ്. പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ ആചാരവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സമ്പത്തിന്റെ ചെളികളയുന്ന ആത്മീയമായ നമ്മുടെ സമ്പത്തിന്റെ പരിശുദ്ധിയെ ഉയർത്തുന്ന പരിപോഷിക്കുന്ന സക്കാത്ത്, ആ സക്കാത്തിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അത് സംഘടന വളർത്താനാണ് ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി ശ്രമിക്കുന്നത്. ഇത് ഏത് ഇസ്ലാമാണ്? എവിടെയാണ് സംഘടനക്ക് സക്കാത്ത് കൊടുത്താൽ സക്കാത്ത് വീടുമെന്ന് ഏത് കിതാബിലാണ് പറഞ്ഞിട്ടുള്ളത്? എന്നാൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ എന്ന് തുടങ്ങിയതാ ജമാഅത്തെ ഇസ്ലാമിന്റെ 50ാമത്തെ വാർഷിക പതിപ്പ്. അതിൽ പറയുന്നത് കാണാം, ജമാഅത്തിന്റെ സക്കാത്തിനേറ്റുള്ള അഭിപ്രായം നോക്കി ജമാഅത്തിന്റെ സമ്പത്ത് എങ്ങനെ വരുന്നതെന്ന്. ജമാഅത്തിന്റെ ധനാഗമന മാർഗങ്ങൾ 3 രൂപത്തിലാണ്. 1 പുസ്തക വിൽപ്പന, 2 സക്കാത്ത്, 3 സംഭാവന. സക്കാത്ത് കൊണ്ട് സമ്പത്ത് വളർത്തുന്നത് ഏത് ഇസ്ലാമാണ്? ആരാണിത് പഠിപ്പിച്ചു തന്നത്? പാവപ്പെട്ട ഒരുപാട് വിശ്വാസികളുടെ സക്കാത്താണ് നഷ്ടപ്പെടുന്നത്. അവർ പവിത്രമായി കാണുന്ന ഒരുപാട് വിശ്വാസികളുടെ സമ്പത്തിന്റെ സക്കാത്തുകൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. പരസ്യം കൊടുക്കുക, പരസ്യമായിട്ട്. ഇസ്ലാമിക പ്രബോധന രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കേരള ഇസ്ലാമിക് മിഷൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. പരിശുദ്ധ റമദാൻ നിങ്ങളുടെ സക്കാത്ത് സ്വതക്കയിൽ വിഹിതം നൽകി ഈ സ്ഥാപനത്തെ സഹായിക്കണം. സംഘടനയും ക്ലബ്ബുകളും ചാരിറ്റിയും വളർത്താൻ. ചാരിറ്റിക്ക് ഇസ്ലാം മോശമൊന്നല്ലല്ലോ. ഇസ്ലാം എവിടെയും ചാരിറ്റി എന്ന് നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടോ? പക്ഷേ സംഘടനക്കും വ്യക്തികൾക്കും സക്കാത്ത് കൊടുക്കുന്ന ഇസ്ലാം ആരാ പഠിപ്പിച്ചത്? അതാണ് പറഞ്ഞത്, ജമാഅത്തിന്റെ ഉദ്ദേശം മതമല്ല, ആത്മീയതയല്ല, വിശ്വാസികളെ നേരായ മാർഗത്തിൽ നിർത്തലല്ല, എല്ലാം ഭൗതിക ആമാശയ താല്പര്യത്തിൽ അടിസ്ഥാനമായതാണ്. യഥാർത്ഥത്തിൽ സക്കാത്ത് 2 രൂപത്തിലല്ലേ ഉള്ളത്? പരോക്ഷമായ സക്കാത്തുണ്ട്, പ്രത്യക്ഷമായ സക്കാത്തുണ്ട്. പരോക്ഷമായ സക്കാത്തിലാണ് ഈ സമ്പത്ത് മറ്റൊക്കെ പെടുക, കാശൊക്കെ പെടുക. മുഅ്നിയിലും നിഹായിലും ഒക്കെ മഹാന്മാര് പറഞ്ഞത് എന്താ? അത് കൊടുക്കേണ്ടത് എങ്ങനെയാണ്? അത് പിടിച്ചു വാങ്ങാൻ പാടില്ല. വലൈസലിൽ ഇമാമി അയുതാലിബഹു ബിഖബ്ലിഹാ ലിൽ ഇജ്മാഅ്. ഒരിക്കലും സമ്പത്തിന്റെ സക്കാത്ത് ഒരാൾ പിടിച്ചു വാങ്ങാൻ പാടില്ല. അത് ഇജ്മാഅ് ആണ്. രാജ്യം ഭരിക്കുന്ന ഇസ്ലാമിക രാജ്യത്തെ ഖലീഫക്ക് പോലും പരോക്ഷമായ സക്കാത്തുൽ ബാത്തിൻ പിടിച്ചു വാങ്ങാൻ അധികാരമില്ല. അങ്ങനെ ഇരിക്കുമ്പോ ഇത് പിടിച്ചു വാങ്ങാനും ഇത് പിരിക്കാനും വേണ്ടി സക്കാത്ത് കമ്മിറ്റി ഉണ്ടാക്കി വക്കീലന്മാരാണെന്നാ പറയുന്നത്. ഇപ്പൊ പറയുന്ന ന്യായം എന്താ? അത് കമ്മിറ്റിയല്ല, വക്കീൽ അനുവദനയാണെന്ന്. ഏത് വക്കീലാ? അത് ഇസ്ലാമിക രാജ്യത്തിലോടത്തെ വക്കീലാണ്. മുജാഹിദും ജമാഅത്തി സക്കാത്തിന്റെ വിഷയത്തിൽ ബായിയാണ്, ഒരു സംശയമില്ല. കണ്ണൂർ ടൗൺ സലഫി മസ്ജിദ് സക്കാത്ത് വിരിച്ചതാണത്. എങ്ങനെയൊക്കെയാ സക്കാത്ത്? കടം വീട്ടാൻ സഹായം നൽകിയ വകയിൽ സക്കാത്ത് ചെലവഴിച്ചതിന്റെ നോട്ടീസാണ് അത്. പെൻഷൻ വക നൽകിയത്, ചികിത്സാ സഹായം നൽകിയത്, അതുപോലെ മുൻ ബാലൻസ് സക്കാത്തിനെ കൊല്ലാകൊല്ലം കൊടുത്തു വിട്ടേണ്ട സക്കാത്തിന് മുൻ ബാലൻസ് 1970. ഫീ സബീലില്ല 5 ലക്ഷം.
എന്താ ഫീ സബീലില്ലാഹ്? എവിടെ ഈ ഫീ സബീലില്ലാഹ്? ഏതാ ഈ ഫീ സബീലില്ലാഹ്? ഫീ സബീലില്ലാഹിനെ കുറിച്ച് നിങ്ങളുടെ ജമാഅത്തുകാരുടെ ഗ്രന്ഥത്തിൽ തന്നെ പറയുന്നത് കാണാം. ഫീ സബീലില്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസം, കർമ്മം, സംശയങ്ങൾക്ക് മറുപടി. മുഹമ്മദ് കാടേരി എന്ന് പറഞ്ഞ ജമാഅത്തിന്റെ വലിയ പണ്ഡിതൻ അദ്ദേഹം പറയാൻ, സക്കാത്തിൽ നിന്നുള്ള വിഹിതം പള്ളിക്ക് സംഭാവനയായി നൽകാൻ പറ്റുമോ ചോദിക്കാൻ. അതിൽ പറയാണ് എന്താണ്? 4 കർമ്മശാസ്ത്ര മദ്ഹബുകൾ പ്രകാരവും സക്കാത്തിന്റെ ധനം പള്ളിയുടെ നിർമ്മാണത്തിനോ പരിപാലനത്തിനോ വിനിയോഗിക്കാവതല്ല. സൂറത്തു തൗബയിലെ 60-ാമത്തെ സൂക്തത്തിൽ വിവരിച്ച സക്കാത്തിന്റെ വിനിമയ വകുപ്പുകളിൽ ഒന്നായ ഫീ സബീലില്ലാഹ്, അതായത് ദൈവമാർഗത്തിൽ, അവരുടെ പരിഭാഷയാണ്. അതിന്റെ വിവക്ഷയിൽ മുസ്ലിമീങ്ങളുടെ പൊതു താല്പര്യം ലക്ഷ്യമാക്കിയുള്ള എല്ലാ സംരംഭങ്ങളും ഉൾപ്പെടുമെന്ന ഒരു വീക്ഷണം ചില കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കുള്ളതായി ഷാഫി പണ്ഡിതനായ അൽ ഖഫാൽ തന്റെ തഫ്സീറിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. അദ്ദേഹമോ അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന ഉദ്ധരിച്ച ഇമാം റാസിയോ ഈ പണ്ഡിതന്മാർ ആരാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. അങ്ങനെ പറഞ്ഞു വന്നിട്ട് ബഹുമാനപ്പെട്ട ഈ ചങ്ങായി പറയാണ്, എന്താണ് ഈ പണ്ഡിതന്റെ പേര്? മുഹമ്മദ് കാടേരി. ഇദ്ദേഹം പറയുന്നത് എന്താ? ഫീ സബീലില്ലാഹിയുടെ വിവക്ഷയിൽ പൊതുനന്മ ലക്ഷ്യമാക്കിയുള്ള സംരംഭങ്ങളെല്ലാം ഉൾപ്പെടുമെന്ന് അനസും ഹസനുൽ ബസ്രിയും അഭിപ്രായപ്പെട്ടതായി തീർത്തു പറയാവതല്ല. അതുകൊണ്ട് തന്നെ ഒരു ആധികാരിക കർമ്മശാസ്ത്ര വീക്ഷണമായി ഈ പറയപ്പെട്ട വീക്ഷണത്തെ വിലയിരുത്താനും നിർവാഹമില്ല. അതുമാത്രല്ല, ദൈവമാർഗത്തിലുള്ള യുദ്ധം, ജിഹാദും അനുബന്ധ കാര്യങ്ങളും മാത്രമാണ് ഫീ സബീലില്ലാഹിയുടെ വിവക്ഷ എന്നാണ് പ്രാമാണികം ജമാഅത്തുകാരന്റെ ഗ്രന്ഥാണ്. എന്നിട്ടിവിടെ പറയുന്നത് എന്താ? ഫീ സബീലില്ലാഹ് എന്ന് പറഞ്ഞാൽ ജമാഅത്തിന് പങ്കെടുക്കുന്നവരും മീറ്റിംഗിന് പങ്കെടുക്കുന്നവരും പോസ്റ്റർ ഒട്ടിക്കാൻ പോകുന്നവർക്കൊക്കെ സക്കാത്ത്, എന്നിട്ട് അത് അനധികൃതമായ മാർഗത്തിലൂടെ അത് ചെലവഴിക്കുക. ഇത് ആര് പഠിപ്പിച്ചു തന്നതാണ്? ഇത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ രീതിയല്ല. ഇതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞത്. വ്യക്തികൾക്ക് സക്കാത്ത് കൊടുക്കാം. വ്യക്തികൾ ഇഷ്ടമായി എന്റെ സക്കാത്ത് ഞാൻ ആദ്യം കൊടുക്കേണ്ടതാരാ? എന്റെ കുടുംബത്തിൽ അവകാശികളുണ്ടെങ്കിൽ അവർക്കാണ് ഞാൻ ആദ്യം സക്കാത്ത് കൊടുക്കേണ്ടത്. അല്ലാതെ സക്കാത്ത് കൊടുക്കാൻ ഒരു കമ്മിറ്റി ഏൽപ്പിക്കുക, ഇങ്ങനെ ഒരു പരിപാടി ഇസ്ലാമിലില്ല.